മമ്പറം തങ്ങൾ എന്ന ആ വ്യക്തിപ്രഭാവത്തിലും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 1-2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാമൂഹിക പരിസരങ്ങൾ, സാമൂഹിക പരിഷ്കാരം ഇതൊക്കെ ലഭ്യമാവുന്നതിന് മുമ്പാണ്, സമൂഹം കൈവരിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം ഇവിടെ വന്നിരുന്നതും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നതും അദ്ദേഹത്തിൻ്റെ സാരഥ്യം സമൂഹത്തിന് ലഭ്യമായിരുന്നതും. നമ്മുടെ വിശിഷ്ടാതിഥി മന്ത്രി ഷാജി സാഹിബ് ഈ പരിപാടിയിലേക്ക് എത്തി. ഇത് അള്ളാഹു താല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു യസ്തഫി മിനൽ മലായികത്തി റസുലൻ വമിനൻ നാസ്. അള്ളാഹു ചില ദൗത്യ നിർവഹണങ്ങൾക്ക് മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ നിശ്ചയിക്കും. ഒമിനൻ നാസി, ജനങ്ങളിൽ നിന്നും ചില ആളുകളെ ദൗത്യ നിർവഹണത്തിന് നിശ്ചയിക്കും. ഈ ദൗത്യ നിർവഹണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഇസ്തിലാഹി, ഗൈർ ഇസ്തിലാഹി എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ, നോൺ ഒഫീഷ്യൽ. ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് മുർസലീങ്ങൾ, റസൂൽ അല്ലെങ്കിൽ റസുൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെയോ ഒരു വിഭാഗത്തെയോ സന്മാർഗദർശനം ചെയ്യാൻ വേണ്ടി നിയുക്തരാകുന്ന ആളുകളാണ് മനുഷ്യരിൽ നിന്നുള്ള ഔദ്യോഗിക റസൂൽ. എന്നാണ് മൂസാ നബി, ഈസാ നബി, അലി ഇബ്രാഹിം നബി, ദാവൂദ് നബി തുടങ്ങിയവരാണ്. ഇതല്ലാത്ത ചില പ്രത്യേക കാര്യങ്ങൾക്കും അള്ളാഹു മനുഷ്യരിൽ നിന്ന് പ്രതിനിധികളെ അല്ലെങ്കിൽ ദൂതന്മാരെ നിശ്ചയിക്കുന്നുണ്ട്. ഉദാഹരണം, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അള്ളാഹു പ്രത്യേക ദൗത്യത്തോടുകൂടി നിശ്ചയിച്ചതാണ്. കേരളീയ മുസ്ലിങ്ങൾക്ക് മതപരമായ മാർഗദർശനം നൽകുക എന്നതായിരുന്നു ആ ദൗത്യം. അത് ഒഫീഷ്യൽ റസൂലല്ല, പക്ഷെ ഈ ഒരു ദൗത്യം മഹാനവറുകളിലൂടെ നിർവഹിക്കപ്പെടണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. കൂടുതൽ സമയമില്ല, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കണില്ല. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയുള്ള ഹൈന്ദവ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അവയായിരുന്നു അന്ന് ഇവിടെ മേൽക്കോയ്മ സ്ഥാപിച്ചിരുന്നത്. അതിൻ്റെ ആളുകളെ അധിക്ഷേപിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതിങ്ങനെ പരമ്പരാഗതമായി ലോകത്തിൻ്റെ നാനാഭാഗത്തും പല രീതികളിൽ, മേഖലകളിൽ, വൃത്തങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർ മനുഷ്യരായി തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് അതീവ വേദനാജനകമായ സംഭവം. അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ തന്നെ പാടില്ല. മാന്യന്മാരുടെ, യോഗ്യന്മാരുടെ ദൃഷ്ടിയിൽ പെടാൻ പോലും പാടില്ല. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ചിത്രമാണ് ഇതിൽ പറയുന്നത്. കുറേ ആളുകൾ തോളിൽ മാറാപ്പ് കയറ്റാൻ വിധിക്കപ്പെട്ടവർ, കുറേ ആളുകൾ ഉന്നത ശ്രേണിയിൽ വിരാജിക്കാൻ, വിലസിക്കാൻ, മറ്റുള്ളവരാൽ സേവനം ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ടിരുന്നു. നിർബന്ധിതമായി അവർ പന്നാനിയിൽ പോയി തൊപ്പിയിടുന്ന സംവിധാനമുണ്ടായി. തൊപ്പിയിട്ട് വന്നാൽ അവർക്ക് നമ്പൂതിരിമാരുടെ, നായന്മാരുടെ, പിള്ളമാരുടെ, ഉയർന്ന കുടുംബക്കാരുടെ, വർഗക്കാരുടെ ഒക്കെ കൂടെ പോയിരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നത് വളരെ വലിയ ഒരു അനുഗ്രഹ നിർവൃതിയായപ്പോൾ ആളുകളൊക്കെ പൊന്നാലേക്ക് പോകാൻ തുടങ്ങി. സഹായകമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എത്രയോ ദൂരം പഴി മാറി നിൽക്കേണ്ട ഒരേഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ എത്രയോ ദൂരം നടക്കണം. മാന്യന്മാരുടെ അല്ലെങ്കിൽ ഉയർന്ന ആളുകളുടെ ദൃഷ്ടിയിൽ പെടാൻ പോലും പാടില്ലായിരുന്നു അന്ന്.
എത്രയോ ദൂരം വഴിമാറി നിൽക്കേണ്ട ഒരു ഏഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ, ചെറുമൻ എന്ന് പറഞ്ഞാൽ ഈ ഉപജാതികളിലെ ഈ പിന്നെ പട്ടികവർഗങ്ങളിലെ ഒരു ജാതിയാണ്. തൊപ്പിയിട്ടവന് ഒരു പ്രശ്നമില്ല, മാന്യനായ അവൻ. അപ്പം ഇങ്ങനെയുള്ള ജാതി പരിഷ്കരണ നവോത്ഥാന സംരംഭങ്ങളിൽ വലിയ ഒരു ഭാഗഭാഗിത്വം വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു ഒമ്പറത്തൻ. അതിൻ്റെ കൂടുതൽ തെളിവുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒഴിയെ വരുന്ന സബ്മിഷനുകളിൽ അതുണ്ടായി. ഇത് അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാട് ഇതാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുളൈഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ വനുമക്കിന ലഹും ഫിൽ അർള്. അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടെന്താ? അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് ഔദാര്യം ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അമർത്തപ്പെട്ടിരുന്ന ആളുകളാണ് ഇത്. ഒന്നും രണ്ടും ജാതിയല്ല, മഹാഭൂരിഭാഗം സമൂഹത്തിലെ മഹാഭൂരിഭാഗം അങ്ങനെയായിരുന്നു. അപ്പം ഏത് തരത്തിലായാലും മേഖലയിലായാലും സംവിധാനങ്ങളിലായാലും അടിച്ചമർത്തപ്പെട്ടിരുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടോ അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അന്നമുന്ന അലല്ലദീന സ്തുളഇഫു ഫിൽ അർളി വനജഅലഹും അഇമ്മ, എന്നിട്ട് അവരെ സാമൂഹിക സാരഥികളാക്കി മാറ്റണം. നജഅലഹും അഇമ്മ വനജഅലഹുമുൽ വാരിസീൻ, ഭൂതലത്തിലെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമാവകാശം അവർക്കാക്കണം എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. വനുമക്കിന ലഹും ഫിൽ അർള്, ഭൂമിയിലെവിടെയും അവർക്ക് സഞ്ചരിക്കാം, എന്ത് കച്ചവടവും ചെയ്യാം, ഏത് ഏർപ്പാടിലും ഇടപെടാം. അങ്ങനെയുള്ള ഒരു സമാദൃതമായ പേഴ്സണാലിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഖസസിൻ്റെ ആദ്യ പേജിൽ നിങ്ങൾക്കിത് വായിക്കാൻ കഴിയും. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض. അത് സാധിച്ചെടുക്കാൻ പ്രവർത്തിച്ച കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ, കേരളീയ സമൂഹത്തിനിടയിൽ തന്നെയും പ്രവർത്തിച്ച ഒരു അവിസ്മരണീയനായ മഹാനായിരുന്നു മമ്പുറം സയ്യിദ് അലവി മൗലദ്ദീൻ തങ്ങളവർ. അതുകൊണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ അടിമയായി, അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഇവിടെ ഉണ്ടാകണം. അതാണ് അള്ളാഹുവിൻ്റെ താല്പര്യം. ഏതെങ്കിലും നേതാക്കൾക്ക് വിട്ടുകൊടുത്ത് ഇവർ നീതരായി ഇതിൻ്റെയൊക്കെ അവകാശികളായി, സുവർണാവസരങ്ങളുടെ ഉപഭോക്താക്കളായി മാത്രം തരം താഴരുത്, അതപ്പതിക്കരുത്. ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയും. കൊടുക്കാറിനാൽ വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, മാനസികമായി, ആത്മീകമായി എന്തെങ്കിലും ആളുകൾക്ക് കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ ഒരു കേവല ഭാഗമാക്കല്ല, സമൂഹത്തിൻ്റെ മെച്ചപ്പെട്ട ഒരു ഭാഗമാക്കി മാറ്റണം. അത് ഓരോ സത്യവിശ്വാസിയിലൂടെയും ചുമതലയാണ്. അത് ഖുർആനിലും ഹദീസിലൊക്കെ ഉണ്ട്. അപ്പം അത്തരം പാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.